ഔദ്യോഗിക പരിപാടിക്ക് വേണ്ടി സന്ദർശിക്കുന്നത് ഇടുക്കി രൂപതയാണ്. ഇടുക്കി രൂപതയെ കുറിച്ച് എനിക്ക് എപ്പോഴും കർത്താവ് പറഞ്ഞ വാചകം ഓർമ്മ വരാറുണ്ട്. ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ വൈദികരും ഇവിടുത്തെ സമർപ്പിതരും ഇവിടുത്തെ കുടുംബങ്ങളൊക്കെ ജീവിക്കുന്ന ശൈലി കാണുമ്പോൾ കർത്താവ് നത്താനിയലിനെ കുറിച്ച് പറഞ്ഞ വാക്ക് നിഷ്കളങ്കനായ നമ്മുടെ രൂപതകളിലെ കളങ്കമില്ലാത്ത ജനത എവിടെയാണെന്ന് ചോദിച്ചാൽ അതില്ല. നിങ്ങൾ വെരി ഇന്നസെന്റ്, വെരി സിൻസിയർ, വെരി മച്ച് ഹാർഡ് വർക്ക്. ഞാൻ നെടുങ്കണ്ടത്തിലെ പള്ളി ഇടുക്കി രൂപതയിലെ വെച്ചിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് തെളിയുന്ന ഒരു ചിത്രം പെരിയ ബാധ്യസ്ഥനായിട്ടുള്ള നാട്ടിൽ ആലിക്കുഴി കണ്ടിട്ടുണ്ടാവുകയാണ്. നിങ്ങൾ നേടിയിട്ടുള്ളതൊന്നും തന്നെ ആരും നിങ്ങൾക്ക് തന്നതല്ല. നിങ്ങൾ നട്ടെല്ലാം നുറങ്ങി രക്തം പൊടിഞ്ഞ് പാടുപെട്ട് പണിയെടുത്തതിന്റെ ബാക്കിയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ നമ്മുടെ കർഷകരെ കുറിച്ചൊക്കെ ഒരു ആരോപണങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ നാട് തീറ്റിപ്പോറ്റാൻ നിങ്ങൾ എടുത്ത പാടുപീടുകളും പണികളും വളരെ വലുതാണ്. നട്ടിലും മുറുങ്ങി പാടത്തും പറമ്പിലും പണിയെടുത്ത് ഈ നാട് തീറ്റിപ്പോറ്റിയ ഒരു ജനതയാണ് ഇടുക്കിയിലെ പ്രിയപ്പെട്ട സഹോദര വൈദികരെ, സൈന്യസ്ഥരെ, ഇതാവുന്ന മനസ്സിൽ നിങ്ങളെ കുറിച്ച് എപ്പോഴും സന്തോഷമുണ്ട്. പിതാപരഭാഷയോടൊത്ത് വന്നിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ എന്റെ മനസ്സിൽ ഇവിടെ വരാനായിട്ട് ആഗ്രഹം തോന്നുന്നതിന് കാരണം മുല്ലപ്പൂ ഏറ്റ് കിടക്കും, കല്യാണമോ സഭയിൽ നിങ്ങളുടെ സഭയിൽ അങ്ങനെയാണ് തുടരണം. മധ്യതലമുറയിൽ കർത്താവിന്റെ കാൽപാദങ്ങൾ പൊട്ടിച്ചൊഴിച്ച സുഗന്ധതൈലം പോലെയുള്ള സുരവിലപൂരിതമായിട്ടുള്ള ജീവിതത്തിന്റെ അവകാശികളാണ് എന്റെ പ്രിയപ്പെട്ട ഇടുക്കി രൂപത. അവരുടെ മനസ്സിൽ ഒരുപാട് ആനന്ദമുണ്ട്, ഒരുപാട് നിങ്ങളിലേക്ക് അടുപ്പം തോന്നുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം ദൈവാനുഗ്രഹത്തോടും ഞാൻ ആശംസിക്കുന്നു. ഇടുക്കിയിലെ തലപ്പള്ളികളിൽപ്പെട്ട ഒരു പള്ളിയാണ് ഈ നെടുങ്കണ്ടം പള്ളി. അത് പുരാതനമായിട്ട് ഇടുക്കിയിലെ ജനങ്ങൾ കുടിയേറിയപ്പോൾ ആദ്യം പണിത പള്ളികളിലെ ഒന്നാണ് ഈ നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച്. ഇവിടെ നിന്ന് 7 പള്ളികൾ പിരിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നും ധാരാളം കുടുംബങ്ങൾ സന്തോഷത്തോടുകൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്കവനത്തിലെ ഇടുക്കി രൂപതയിലെ വലിയൊരു പള്ളികളിലെ ഒന്നാണ്. ഈ പള്ളി ആശീർവദിച്ച് ദൈവത്തിന്റെ മഹത്വത്തിനും നിങ്ങളുടെ നന്മയ്ക്കുമായിട്ട് പ്രതിഷ്ഠിക്കുമ്പോൾ ഞാൻ ഇവിടെ ആയിരിക്കുന്നതിന്റെ പിറകിൽ കാരണഭൂതമാക്കിയ ഒരു വസ്തുതയുണ്ട്. ഈ പള്ളി ഇന്നും തുടങ്ങി മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ പിൽഗ്രിം ചർച്ചാണ്. അതായത് ഈ പള്ളിയുടെ താക്കോല് ജോൺ പിതാവിന്റെ കയ്യിലാണെങ്കിലും ക്യാഷ് ബോക്സ് എന്റെ കയ്യിലാണ്. ഞാനൊക്കെ എപ്പോഴേക്കും ചോദിച്ചാല് മടികൂടാണ്ട് താക്കോല് തന്നേക്കണമെങ്കിൽ ഇത്ര മനോഹരമായിട്ടൊരു പള്ളി. ഞാൻ ഈ പള്ളി ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുകയായിരുന്നു. ജെയിംസ് ഷർഗേച്ചനാണ് ഇത് പണിതിരിക്കുന്നത്. ഈ പള്ളിയിൽ ഞാനിങ്ങനെ വന്നപ്പോ തൊട്ട് അത്താഴത്തിങ്ങനെ ചുറ്റും തിരിഞ്ഞു നോക്കുകയായിരുന്നു. അനാവശ്യമായിട്ടുള്ള ആർഭാടങ്ങളൊന്നുമില്ല, എന്നാൽ അതിസുന്ദരമായിട്ട് അതീവ മനോഹരമായിട്ട് ഈ പള്ളി പണിതിട്ടുണ്ട്. ഈ പള്ളി കാണാൻ വരുന്നവരെ കടലിൽ
മണ്ണും കല്ലും സിമെന്റും കൊണ്ട് കമ്പി കൊണ്ട് പണിതൊരു പള്ളിയിലല്ല. ഇത് സത്യത്തിൽ ഒരു മതബോധന ഗ്രന്ഥമാണ്. ഇത് നമ്മുടെ വിശ്വാസ പരിശീലനത്തിന്റെ ഒരു അടയാളമാണ്. ഞാനിങ്ങനെ നോക്കുകയായിരുന്നു, ഇത്ര മനോഹരമായിട്ടാണ് നമ്മുടെ വിശ്വാസത്തിന്റെ രഹസ്യങ്ങൾ, ക്രിസ്തു രഹസ്യത്തിന്റെ ആഴമായ ആത്മീയതകള് ഈ പള്ളിയെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഈ പള്ളിയുടെ മനോഹാരിതയെ കുറിച്ച് ദീർഘമായിട്ട് എന്റെ മനസ്സിൽ സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ സമയം അനുവദിക്കാത്തത് കൊണ്ട് ജെയിംസ് അച്ഛൻ വളരെ ഹൃദ്യമായിട്ട് കഷ്ടപ്പെട്ട് പണിത ഈ പള്ളി അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ പണിത നല്ല പള്ളികളിലെ പട്ടികയില് ഇടം പിടിക്കാൻ ദൈവം ഇടവരുത്തുമെന്ന് ഇതിന്റെ ഉറപ്പാണ്. ഭാഗ്യം കൺഗ്രാജുലേഷൻ. ഈ പള്ളിയുടെ മനോഹാരിതയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ പള്ളി പണിതിരിക്കുന്നത് നിങ്ങളുടെ കഠിനാധ്വാനം, നിങ്ങളുടെ കയ്യിലെ കാശ്. പുറമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ ജോൺ പിതാവ് എന്നോട് പരാതി പറഞ്ഞ് ഞങ്ങൾക്കൊന്നും പുറത്തൊന്നും കിട്ടുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങളൊന്നും മോശക്കാരല്ല. ആരോ ജർമ്മനിയിൽ പറഞ്ഞു പരത്തിയിട്ടുണ്ട്, ഇവിടെയുള്ള ആളുകൾക്ക് കാശില്ലെങ്കിലും ആരോഗ്യം കൂടുതലാണ്. അതുകൊണ്ട് ഈ പള്ളിയില് നിങ്ങളുടെ കയ്യം കൊണ്ട്, നിങ്ങളുടെ രക്തം കൊണ്ട് ഒപ്പിട്ട മുദ്രകളുണ്ട്. ഈ പള്ളി മനോഹരമായിരിക്കുന്നത് പണത്തിന്റെ പ്രതാപത്തിലല്ല, നിങ്ങളുടെ മനസ്സിന്റെ നൈർമല്യത്തിലാണ്. അതിനാണ് എന്റെ ഹൃദയപൂർവ്വമായിട്ടുള്ള അപ്രീസിയേഷൻ. സോളമൻ പണിത ദേവാലയത്തെ കുറിച്ച് മനോഹരമായിട്ട് ബൈബിള് വിവരിക്കുന്നുണ്ട്. അത് ഇന്നത്തെ ഗായക സംഘത്തിന്റെ ഗീതങ്ങളിലും പാടി. എത്ര മനോഹരമാണ് ഈ ഭവനം! കാരണം ഇത് ദൈവത്തിന്റെ ഭവനമാണ്. ഇത് ദൈവം വസിക്കുന്ന ഇടമാണ്. ഈ ഭവനത്തിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് ഇത് നിങ്ങള് നെടുങ്കണ്ടക്കാരെ, നെടുങ്കുന്നക്കാരെ ദൈവത്തിന് വസിക്കാൻ പണിത ആലയമാണ്. ഇത് ദൈവത്തിന്റെ വീടാണ്. അതുകൊണ്ട് തന്നെ ഈ വീട് മനോഹരമായിട്ട് പണിത നിങ്ങള് എത്ര അഭിനന്ദനങ്ങൾ ഞാൻ പറഞ്ഞാലും എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത വിധത്തില് മനോഹരമായിട്ട് പണിതിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ എന്റെ അഭിനന്ദനങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, സെബസ്ത്യാനോസിനെ കുറിച്ചിട്ട് വായിച്ചപ്പോൾ എന്റെ മനസ്സിലൂടെ കടന്ന ഒരു ചിന്തയുണ്ട്. തന്റെ ജോലിയായിരുന്നു തന്റെ സുവിശേഷ പ്രഘോഷണം. His profession became a means to profess his faith. His profession became a means to profess his faith. നമ്മുടെ കാരണവന്മാരെ സെബസ്ത്യാനോസിനെ ഭ്രാന്തമായിട്ട് കൊണ്ട് നടക്കുന്നത് അവരുടെ മുമ്പിൽ സെബസ്ത്യാനോസ് വെക്കുന്ന ഒരു ചിത്രമുണ്ട്. ആ ചിത്രമുണ്ടല്ലോ, സ്വന്തം ജീവിതാവസ്ഥ. ഞാൻ ഡോക്ടറാകാം, സാരമില്ല, പക്ഷെ എന്റെ വൈദ്യപരിശോധനകള് അത് ദൈവത്തിന്റെ ജോലിയാണ്. തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ 60 കൊല്ലം ജോലി ചെയ്ത ഒരു ഡോക്ടർ അച്ഛൻ എടപ്പാൾ പാഴ്സിയാണ്. അദ്ദേഹം 90 വയസ്സാണ്. തൃശൂർ പകിടാവിൽ അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുത്തു. ആ സ്വീകരണത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞപ്പോൾ വാചകമുണ്ട്, many have asked me why I not become a Christian. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് നിങ്ങൾ സമ്മതിക്കില്ലെങ്കിൽ പോലും I bet and assure that I am a better Christian than any of you. I am a better Christian than any of you. ഞാൻ കണ്ടിട്ട് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ കപ്പേളയുണ്ട്. ആ കപ്പേളിൽ കർത്താവിന്റെ ക്രൂശിന്റെ രൂപമുണ്ട്. അതിന്റെ അടിയിൽ എഴുതി വച്ചിരിക്കുന്ന വാക്കുകള് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വേദപുസ്തകമാണ്. He has no hands except
യുവേഴ്സ്. അവന് നിന്റേതല്ലാതെ കലങ്ങളില്ല. അദ്ദേഹം മരുന്ന് സ്ക്രിപ്റ്റ് രോഗികൾക്ക് കൊടുക്കുമ്പോൾ രോഗിയോട് പറയുന്ന ഒരു വാചകമുണ്ട്, ദ ഡോക്ടർ ആൻഡ് മെഡിസിൻ മേ ഗോ ഓൺലി ഹാഫ് ദ വേ, ഗോഡ് അലോൺ ക്യാൻ ടേക്ക് യു ഓൾ ദ വേ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് കാണുന്ന ഏത് രോഗിയോടും, അവൻ ഹിന്ദു ആകാം, മുസ്ലിം ആകാം, അവൻ മതമില്ലാത്തവനാകാം, നിരീശ്വരവാദിയാകാം, പക്ഷെ ഞാൻ ഈ സ്ക്രിപ്റ്റ് കൊടുക്കുന്നതിന് അവനോട് പറയും, ഡോക്ടർ ആൻഡ് മെഡിസിൻ മേ ഗോ ഓൺലി ഹാഫ് ദ വേ, ഗോഡ് അലോൺ ക്യാൻ ടേക്ക് യു ഓൾ ദ വേ. സെബസ്ത്യാനോസ് നമുക്ക് നൽകുന്ന മാതൃക അതാണ്. അച്ഛന്മാരെ, നിങ്ങളാരും തന്നെ അത്ഭുതാവഹമായിട്ടുള്ള അസാധ്യ കാര്യങ്ങൾ ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ ശുശ്രൂഷ മനോഹരമാകട്ടെ. ഞാൻ അച്ഛന്മാരുടെ ചരമപ്രസംഗം നടത്തുന്നതിൽ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. അച്ഛന്റെ മൂക്കിലെ ശ്വാസം നിലച്ചതല്ല മനം. അച്ഛന്റെ കയ്യിൽ കൊടുത്തത് മുഴുവൻ കൊടുത്തു തീർന്നപ്പോഴ് അദ്ദേഹം കടന്നു പോകുന്നതാണ് മനം. ഒരു അച്ഛൻ മരിച്ചിട്ട് ബാക്കി വരുന്നതെല്ലാം തന്നെ അച്ഛന്റെ നരകത്തിലേക്ക് പോകാനുള്ള സർട്ടിഫിക്കറ്റുകളാണ്, കൊടുത്തു തീർക്കാനുള്ള വിളിയാണ്. ഞാൻ എന്നെ കേൾക്കുന്ന സമർപ്പിതരോടും എന്റെ പ്രിയപ്പെട്ട അമ്മമാരോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ചെയ്ത ജോലികളിൽ കർത്താവിനെ ശ്രമിക്കുക. എന്നെ കണക്ക് പഠിച്ച മാഷാണ് ഏറ്റവും കൂടുതൽ തയ്യിട്ടുള്ളത്. എന്റെ അമ്മ പട്ടത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ അനുഗ്രഹം മേടിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം കെട്ടിപ്പിടിച്ച് കൂട്ടിക്കരഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെ എത്ര തല്ലിയത് കണക്കിന്റെ മൾട്ടിപ്ലിക്കേഷൻ തെറ്റിയതാണ്, പട്ടിക തെറ്റിയത് മോനെ, ഞാൻ നിന്നെ തല്ലിയത് കണക്ക് പഠിപ്പിക്കാനല്ല, കണക്ക് തെറ്റാതെ ജീവിക്കാൻ. A teacher can do that. ഞാൻ റെയിൽവേയില് യാത്ര ചെയ്യുന്ന സമയത്ത് TTR എനിക്ക് സ്ലിപ്പ് തന്നു. അതിന് 3 വാചകങ്ങൾ എഴുതിയിട്ടുണ്ട്. God loves you, Jesus died for you, and you will be saved in His name. ഞാൻ ചോദിച്ചു, സാർ ഗവൺമെന്റിന് ശമ്പളം വാങ്ങിച്ചിട്ട് ഈ പണി ചെയ്താൽ പിടിച്ചടിക്കില്ല ആളുകൾ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ജോലി ചെയ്തിട്ടാണ് ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാരോടും ഞാൻ ഈ സ്ലിപ്പ് കൊടുക്കും. കൊല്ലത്തിൽ ഒരാളെങ്കിലും എന്നോട് പറഞ്ഞിട്ട് എനിക്ക് കർത്താവിന്റെ മാമോദീസ സ്വീകരിക്കണമെന്ന്. ഞാനൊരു മിഷണറിയാണ്. സെൻട്രൽ ഗവൺമെന്റ് ഓൾ ഇന്ത്യ റെയിൽവേസ് appointed me in the railways ticket checker, but Almighty God has appointed me in railway to give tickets to all the people to heaven. സെബസ്ത്യാനോസിന്റെ മാതൃക നമുക്ക് ഉൾക്കൊള്ളാം. മക്കളെ, ഞാൻ ഇനി ദീർഘമായി സംസാരിച്ചാല് മോശമല്ല. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ ദിവസത്തിന്റെ മംഗളം നേരുന്നു. നമ്മുടെ സഭയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാം. മെത്രാന്മാർക്കോ നമുക്കൊന്നും ചെയ്താലേ തീർക്കാൻ പറ്റാത്ത വിധത്തില് കുഴഞ്ഞു മറന്നതാണ്. പക്ഷെ ദൈവത്തിന് അത്ഭുതകരമായിട്ട് ചെയ്യാൻ സാധിക്കും. പത്രോസിനെ മുഖ്യപ്രസ്തവനാക്കുന്നതിന് മുൻപ് കർത്താവ് പറഞ്ഞാൽ നീ പിടിച്ച ജീ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, ഞങ്ങൾ പകലോളം പിടിച്ചിട്ട് ഒരു കൂലി പരണ്ട പോലും തീറ്റില്ല. കർത്താവ് പറഞ്ഞു, പോട്ടെ, നിന്റെ അധ്വാനം പോട്ടെ, നീ ഇപ്പൊ പോയി വലയറിയ. ആ വല നിറയോളം വല കിള്ളിപ്പോകുമോ എന്ന് പത്രോസിന് ആശങ്ക തോന്നി. ഒരുപക്ഷെ നമ്മുടെ സഭ ഇനി മാടത്തിലേക്ക് വലയെറിയാൻ കർത്താവ് നമ്മെ വിളിക്കുന്നു. നമ്മൾ പരാജയപ്പെടുകയില്ല. നഷ്ടപ്പെട്ട കിരീടം റോമാ സഭയുടെ തലയിൽ വയ്ക്കാൻ ദൈവം അനുഗ്രഹിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളെ യാചിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.